രാജ്യം ഞെട്ടിയ വിമാന ദുരന്തത്തിന് പിന്നാലെ ഇപ്പോൾ ഉത്തരാഖണ്ഡിലൊരു ഹെലികോപ്റ്റർ അപകടം കൂടി ഉണ്ടായിരിക്കുന്നു. എന്താണ് പ്രിയ? അതായത് 7 പേർ മരിച്ച ഒരു അപകടമാണ് നടന്നിരിക്കുന്നതെന്നുള്ളതാണ്. ഹിമാലയൻ റീജിയനാണല്ലോ ഉത്തരാഖണ്ഡ്, ആ മേഖലയിലാണ് അപകടം നടന്നിരിക്കുന്നത്. 7 പേർ, ഒരു കുട്ടിയുണ്ട്, പൈലറ്റ് ഉൾപ്പെടെയാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ, അതായത് ഇന്ന് പുലർച്ചെ 5:20 ഗൗരി കുണ്ടിനും സോൻ പ്രയാഗിനും ഇടയിലായിരുന്നു അപകടം നടന്നത്. കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ഗുപ്തകാശിയിലേക്ക് പോകുകയായിരുന്ന ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ തീർത്ഥാടകരാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നത്. മോശം കാലാവസ്ഥയോ സാങ്കേതിക തകരാറോ ആയിരിക്കാം കാരണമെന്നാണ് നിലവിലെ നിഗമനം. ഗൗരി കുണ്ടിൽ വെച്ച് ഹെലികോപ്റ്റർ കാണാതായെന്നായിരുന്നു ANI ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെ കാണാതെ ഹെലികോപ്റ്റർ തകർന്നു വീണതായി ഉത്തരാഖണ്ഡ് ADGP ഡോക്ടർ V മുരുകേശൻ വാർത്താ ഏജൻസികളോട് സ്ഥിരീകരിച്ചു. രക്ഷാപ്രവർത്തനത്തിനായി NDRF, SDRF സംഘങ്ങൾ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് സിവിൽ ഏവിയേഷൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അറിയിച്ചു ഈ കാര്യങ്ങൾ. ആര്യൻ എന്ന കമ്പനിയുടെ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. ഗർസ്വാൾ പോലീസ് കമ്മീഷണർ വിനയ് ശങ്കർ പാണ്ഡെ മാധ്യമങ്ങളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. നാട്ടുകാരാണ് അപകട വിവരം പുറത്തെത്തിച്ചതെന്നാണ് വിവരം ലഭിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേന അടക്കം സ്ഥലത്തേക്ക് തിരിച്ചതായും ഈ പറയുന്ന പോലീസ് ഓഫീസർ പറയുന്നുണ്ട്. ജൂൺ 7 കേദാർനാഥിൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിരുന്നു. ടേക്ക് ഓഫിനിടെ സാങ്കേതിക പ്രശ്നം നേരിട്ട ഹെലികോപ്റ്റർ ഹൈവേയിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു. അങ്ങനെ വലിയ ദുരന്തമാണ് അന്ന് ഒഴിവായത്. സംഭവത്തിൽ 5 യാത്രക്കാരും സുരക്ഷിതരായിരുന്നു. പൈലറ്റിന് സാരമായി പരിക്കേറ്റിരുന്നു. അതായത് ഈ ഹിമാലയൻ റീജിയന് ഹിമാലയൻ മേഖലയിലൊക്കെ പെട്ടെന്ന് കാലാവസ്ഥ മാറും. പെട്ടെന്ന് മേഘങ്ങൾ ഇരുണ്ടുകൂടും, പെട്ടെന്ന് മഴ പെയ്യും, പെട്ടെന്ന് മഞ്ഞ് മൂടൽ മഞ്ഞ് വരും. നമുക്ക് അങ്ങ് അറിയാമല്ലോ അപകടം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന്. അതിനിടെ സംസ്ഥാനത്ത് അടുത്തിടെ ഉണ്ടായ ഹെലികോപ്റ്റർ അപകടങ്ങളെ തുടർന്ന് ഹെലികോപ്റ്റർ സർവീസുമായി ബന്ധപ്പെട്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർവീസിന് മുമ്പ് സാങ്കേതിക പരിശോധനയും കാലാവസ്ഥാ വിവരങ്ങളും നിർബന്ധമായി നിരീക്ഷണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഹെലികോപ്റ്റർ സർവീസുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പുവരുത്താൻ പ്രവർത്തന മാനദണ്ഡങ്ങൾ തയ്യാറാക്കുന്നത് വിദഗ്ധരുമായി ഒരു സമിതി രൂപീകരിക്കാനും മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് ആ സമയത്ത് നിർദ്ദേശം നൽകിയിരുന്നു. നേരത്തെ അപകടങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്, ഹെലികോപ്റ്റർ വ്യോമയാനങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് ഈ പറയുന്ന കാലാവസ്ഥാ പ്രശ്നം, സാങ്കേതിക തകരാറ് നമുക്ക് ഒരുവിധം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതിൽ അപകടം ഉണ്ടാകാതെ ഇരിക്കാൻ മുൻകൂട്ടി ചില തയ്യാറെടുപ്പുകൾ നടത്തിയാൽ ഈ പറയുന്ന സാങ്കേതിക തകരാറ് ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ ഉയരത്തിൽ പറക്കുന്ന ഈ ഇത്തരത്തിലുള്ള വ്യോമയാനങ്ങളുടെയൊക്കെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തകരാറുണ്ടായി കഴിഞ്ഞാൽ അടിയന്തരമായി ഇറക്കണം. അങ്ങനെ ഇറക്കാനുള്ള സ്ഥല സൗകര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടായില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഹെലികോപ്റ്റർ ഹൈവേയിലാണ് ഇറക്കിയത്. ഒരു വണ്ടി പാഞ്ഞു വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? പക്ഷേ ഈ പറയുന്ന ഹെലികോപ്റ്റർ വരുന്ന കണ്ട് റോഡിന്റെ താഴേക്ക് എത്തുമ്പോഴത്തേക്ക് മനസ്സിലാവും അതാ ഹെലികോപ്റ്റർ വന്നു, അപ്പോൾ വണ്ടികളൊക്കെ നിർത്തും. അങ്ങനെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, കുനൂർ ഹെലികോപ്റ്റർ ദുരന്തം, നമ്മളുടെ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തും കുടുംബവും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും അടക്കം സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. ഈ കുനൂരെ അപകടം ഉണ്ടായത് മോശം കാലാവസ്ഥയെ തുടർന്നാണ്. ഭയങ്കര കാറ്റും അതിഭയങ്കരമായ കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ യാത്ര നടത്തിയപ്പോൾ അപകടം ഉണ്ടായത്. അതിനെ പറ്റിയിട്ട് വലിയ വാർത്തയൊക്കെ ആ സമയത്ത് വന്നിരുന്നു. അന്ന് ഒരുപാട് ഡിസ്കഷൻസ് നടന്നിരുന്നു. നമ്മുടെ സൈനിക ഹെലികോപ്റ്ററാണ്, എന്നിട്ട് പോലും VVIP സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററാണ്, എന്നിട്ട് അപകടത്തിൽപ്പെട്ടു. അപ്പോൾ ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ട്. ഈ കാര്യം പറയുന്ന യാത്ര നടത്തുന്നതിൽ മലയോര മേഖലകളിലോ ഇല്ലെങ്കിൽ പക്ഷികളുടെയൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. വലിയ പക്ഷികൾ വന്ന് അടിച്ചാൽ അത് ഭയങ്കരമായ അപകടം ഉണ്ടാകാനുള്ള സാധ്യത, തകർന്നു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് മാത്രമേ ഇത്തരത്തിലുള്ള വ്യോമയാനങ്ങൾ പറത്താൻ കഴിയുകയുള്ളൂ. ഈ പറയുന്ന മേഖലകളിലൊക്കെ അപകടം ഉണ്ടായി. ഇത് ജനവാസ മേഖലയിലാണ് വീണിരുന്നതെങ്കിൽ എത്രത്തോളം, നമ്മൾ ഈ വിമാന ദുരന്തം ഉണ്ടായപ്പോൾ ജനവാസ മേഖലയിലാണ് വീണ, ആ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു, വലിയ ദുരന്തമുണ്ടായി, ആൾക്കാരെ വലിയ തോതിൽ ബാധിച്ചു, മാനസികമായി തകർത്തു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ എത്രയോ കാലം ഇത് ഹോണ്ട് ചെയ്യും. അപ്പോൾ ഒരാളൊക്കെയാണ് രക്ഷപ്പെടുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കും, എത്ര 1000 പേര് മരിക്കുന്നു, എത്ര നൂറുകണക്കിന് പേര് മരിക്കുന്നു. അപ്പോൾ ഒരാളൊക്കെയാണ് രക്ഷപ്പെടുന്നത്. ഇവിടെ നോക്കൂ, ഈ സഞ്ചരിച്ച ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. കുട്ടിയടക്കമുള്ള എല്ലാവരും മരണത്തിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത. കുനൂർ ദുരന്തമുണ്ടായ സമയത്ത് അന്ന് ചോദിച്ചിരുന്നു, നമ്മൾ വലിയ തോതിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഈ ദുരന്തം എന്തുകൊണ്ടാണ് ഉണ്ടായത്, ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന്. അന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് ജയലളിത കൊടൈക്കനാലിലേക്ക് കുനൂർ മേഖലയിലേക്കൊക്കെ വരുമ്പോൾ ഒരിക്കലും ഹെലികോപ്റ്റർ ഉപയോഗിക്കില്ല, കാറിൽ മാത്രമേ വരികയുള്ളൂ. എത്ര ക്ലിയർ ആണ്, സ്കൈ എത്ര ക്ലിയർ ആണെന്ന് പറഞ്ഞാലും ശരി തന്നെ അവർ കാറിലേ വരുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അപകട സാധ്യത ഉണ്ടോ എന്ന് ജയലളിതയ്ക്ക് അറിയാം.
അപ്പോൾ കൃത്യമായ അവലോകനം നടത്തി നമ്മൾ ഈ പറയുന്ന മേഖലകളിലെ യാത്ര, പിന്നെ സൈനികരാകുമ്പോൾ ഇതൊന്നുമല്ല, അവർക്ക് എത്ര അപകടമെന്ന് പറഞ്ഞാൽ അവർ വരുന്നിടത്ത് വെച്ച് നോക്കാം എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സ്വഭാവം സൈനികർക്കുണ്ട്. അതുകൊണ്ടാണ് ബിപിൻ റാവത്തിനെ പോലുള്ള അസാമാന്യ ധൈര്യശാലിയായ നമ്മുടെ മുൻ കരസേനാ മേധാവിയും സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള മനുഷ്യൻ ഈ പറഞ്ഞ ഹെലികോപ്റ്റർ യാത്രയിൽ ധൈര്യപൂർവ്വം പങ്കെടുത്തത്. അപ്പോൾ ഹെലികോപ്റ്റർ യാത്ര നടത്തുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇനി അങ്ങോട്ട് ഈ പറയുന്ന തീർത്ഥാടന കാലമാണ്, ഹിമാലയം അതുപോലെ കൈലാസം തുറന്നിരിക്കുന്നു, കൈലാസ് മാനസ സരോവർ യാത്രയ്ക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ അമർനാഥ് യാത്ര, വൈഷ്ണവ ദേവി ടെമ്പിളിലേക്കുള്ള യാത്ര, കേദാർനാഥ് ബദ്രിനാഥ് യാത്രകളൊക്കെ തുടങ്ങുകയാണ്. കാരണം അവിടെ ഇനി അങ്ങോട്ട് ഈ പറയുന്ന ഉഷ്ണകാലം ആരംഭിക്കുകയാണ് നമ്മുടെ ഉത്തരേന്ത്യയിൽ. അപ്പോൾ ഉഷ്ണകാലം ആരംഭിക്കുകയല്ല, ഉഷ്ണകാലം തുടരുകയാണ്, അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കാലാവസ്ഥയിൽ, തെളിഞ്ഞ കാലാവസ്ഥയിൽ പോകാൻ വേണ്ടിയിട്ട്, പക്ഷേ എങ്കിലും ഹിമാലയമാണ്, പെട്ടെന്ന് കാലാവസ്ഥ മാറും, പെട്ടെന്ന് തണുപ്പും മഞ്ഞും കാറ്റും കാഴ്ച മറയ്ക്കുന്ന രീതിയിലുള്ള കോടമഞ്ഞും ഒക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ യാത്രകളൊക്കെ തന്നെ, ഹെലികോപ്റ്ററിലുള്ള യാത്രകളെല്ലാം തന്നെ സുരക്ഷിതമല്ല. ഈ പറയുന്ന സുരക്ഷിതമായ തീർത്ഥാടന കാലഘട്ടത്തിൽ പോലും മണ്ണിടിച്ചിൽ, ഈ പറയുന്ന അവലാഞ്ച്, ഈ പറയുന്ന ഹിമപാതമൊക്കെ ഉണ്ടാകാറുള്ള സാധ്യതകളുണ്ട്. എന്നിട്ടും ഇതാണ് സുരക്ഷിതമായ കാലഘട്ടം. അപ്പോൾ മഴക്കാലത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്, ഇല്ലെങ്കിൽ കഠിനമായ തണുപ്പ് കാലത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന സമയത്ത് ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അത് ദുരന്തങ്ങൾക്ക് കാരണമാകും. തീർത്ഥാടനം എന്ന് പറയുന്നത് മോക്ഷയാത്രയാണ്. ആ മോക്ഷത്തിലേക്കുള്ള യാത്രയിലേക്ക് പോകുമ്പോൾ അത് സുരക്ഷിതമായിരിക്കണം. ഭഗവത് ദർശനത്തിന് പോകുമ്പോഴത്തേക്കും നമ്മൾ വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം മനസ്സ് പവിത്രമാകുന്നു അതുപോലെ തന്നെ നമ്മുടെ യാത്ര സുരക്ഷിതമാകേണ്ടതുമുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹിമാലയൻ റീജിയനിൽ, ഉത്തരാഖണ്ഡിൽ മാത്രമല്ല, മറ്റുള്ള മേഖലകളിലേക്ക്, നമ്മളിപ്പോൾ നമുക്കറിയാം ഉത്തരകാശി മേഖലകളിൽ പോയാൽ തന്നെയും ഈ ഹെലികോപ്റ്റർ യാത്രയിൽ പലപ്പോഴും അവർ മഴയോ ഇല്ലെങ്കിൽ കടുത്ത കാലാവസ്ഥകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന യാത്ര വേണ്ട എന്ന് വെക്കാറാണ് പതിവ്. ഈ പറയുന്ന പരമാവധി വിമാനയാത്രകൾ ഒഴിവാക്കിയിട്ട് ഈ റെയിൽ യാത്ര ഇല്ലെങ്കിൽ ബസ് യാത്രയൊക്കെ തിരഞ്ഞെടുക്കുന്നത് വളരെ അഭികാമ്യമായിരിക്കും ഈ ഘട്ടത്തിൽ. അത് ഇനി കുറച്ചു കാലം കൂടെ കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഈ സെപ്റ്റംബർ ഒക്ടോബർ സമയം ആകുമ്പോഴത്തേക്കും നോർത്ത് ഈസ്റ്റ് മൺസൂൺ തുടങ്ങുമ്പോൾ വീണ്ടും പ്രശ്നമാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ തുടങ്ങുക, വടക്ക് കിഴക്കൻ മൺസൂൺ കാലാവസ്ഥയിൽ അത് ഹിമാലയത്തിനെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. പിന്നെ അതുപോലെ പക്ഷേ ഈ തെക്കൻ ദേശത്തുള്ളതായതുകൊണ്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ അങ്ങോട്ട് വളരെയധികം സ്വാധീനിക്കാത്തത്. പക്ഷേ നോർത്ത് ഈസ്റ്റ് മൺസൂൺ അവിടുന്ന് തുടങ്ങുന്ന, അവിടെ ഏതാണ്ട് സെപ്റ്റംബർ അവസാനം ഒക്ടോബറിലൊക്കെ തുടങ്ങുന്ന ഈ പറയുന്ന മൺസൂണിൻ്റെ സമയത്ത് ഹിമാലയൻ യാത്രകൾ ദുർഘടമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സമയത്ത്. പ്രത്യേകിച്ച് നമ്മളൊരു വിമാന ദുരന്തം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇതിൽ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് പോകും. ഹെലികോപ്റ്റർ യാത്രകൾ സുരക്ഷിതമാക്കേണ്ടതുണ്ട്. നമ്മുടെ സർക്കാർ അതിനു വേണ്ടിയിട്ട് പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്. ഈ പറയുന്ന സുരക്ഷാ സമിതികളെ മാത്രമല്ല, വിമാനങ്ങളെല്ലാം കൃത്യസമയത്ത് ചെക്ക് ചെയ്ത് അതിന് ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതും വളരെ പ്രധാനമാണ്. കാരണം ഈ വിമാനാപകടത്തിൽ അത് ഉയർന്നു പൊങ്ങിയ ഉടൻ തന്നെയാണ് അതിൽ ടെക്നിക്കൽ ഇഷ്യൂ കാണിച്ചത്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.